നമസ്കാരം. മുൻ ക്രിക്കറ്റ് താരവും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ശ്രീമാൻ സിദ്ധുവിന്റെ ഭാര്യയുടെ 4ാം സ്റ്റേജ് ക്യാൻസർ, ശരീരമൊട്ടാകെ വ്യാപിച്ചു പിടിച്ച ആശുപത്രികൾ ഉപേക്ഷിച്ച ക്യാൻസർ ഒരു പ്രത്യേക ഡയറ്റിലൂടെ മാറിയ വിവരം അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്. ഇതേ തുടർന്ന് ബോംബെയിലെ പ്രശസ്ത ക്യാൻസർ ചികിത്സാ കേന്ദ്രമായിട്ടുള്ള ടാറ്റ മെമ്മോറിയൽ ആശുപത്രി, അവിടുത്തെ 200ഓളം ഡോക്ടർമാർ ഒരു എഴുത്ത് പബ്ലിക്കിന് വേണ്ടി പ്രസിദ്ധീകരിച്ചു. പൊതുജന താല്പര്യാർത്ഥം എന്ന് പറഞ്ഞാണ് അവരത് പ്രസിദ്ധീകരിച്ചത്. അതിൽ അവർ സിദ്ധുവിന്റെ ഈ അവകാശവാദത്തെ വെല്ലുവിളിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ആരുടെയെങ്കിലും ക്യാൻസർ മാറിയതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വഞ്ചിതരാകരുത്. നിങ്ങൾക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ സർജറി മുതലാവ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ആ കത്തിന് ഒരു മറുപടി ഇട്ടിരിക്കുകയാണ് പ്രശസ്ത പ്രകൃതി ചികിത്സകനായിട്ടുള്ള ഡോക്ടർ ബിശ്വരൂപ് റോയ് ചൗധരി. അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഈ 2 കാര്യങ്ങളും തെറ്റാണെന്നാണ്. അതായത്, ഈ ഡയറ്റ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്, നിർദ്ദേശിച്ചത്. ഈ ഡയറ്റ് ഉപയോഗിച്ച് നിരവധി ആൾക്കാരുടെ ക്യാൻസർ രോഗം മാറിയതിന്റെ തെളിവ് തന്റെ പക്കലുണ്ടെന്നും, ഡോക്ടർമാര് പറയുന്നത് പോലെയുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ സർജറി എന്നിവ ക്യാൻസർ രോഗം മാറ്റുന്നില്ലെന്നും അതൊരു വ്യക്തിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അദ്ദേഹം ഈ ഡോക്ടർമാരെ പരസ്യമായിട്ടൊരു സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞതാണോ താൻ പറഞ്ഞതാണോ ശരിയെന്ന് ഒരു പൊതുവേദിയിൽ തന്നോട് സമ്മതിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത്രയും ഡോക്ടർമാരെ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഡോക്ടർ ബിശ്വരൂപ് റോയ് ചൗധരി ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹം ഏറെ കാലങ്ങളായിട്ട്, വളരെയധികം വർഷങ്ങളായിട്ട് മരുന്നില്ലാതെ എങ്ങനെ നമുക്ക് രോഗങ്ങളെ ചെറുക്കാം, രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം എന്ന വിഷയത്തിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് രോഗികൾക്ക് അത്താണിയായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഏറെക്കാലം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡയറ്റാണ് DIP ഡയറ്റ്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആൻഡ് ഇന്റലിജന്റ് പേഴ്സൺസ് ഡയറ്റ് എന്നാണ്. അതായത് ബുദ്ധിയും ഡിസിപ്ലിനുമുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം. ഈ ഭക്ഷണക്രമത്തിലേക്ക് ഒരു വ്യക്തി കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് നിലവിലുള്ള നിരവധി രോഗങ്ങൾ മാറ്റാൻ കഴിയുമെന്നും അതുപോലെ തന്നെ അയാൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളെയും തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലർ, കരൾ രോഗം, അതുപോലെ തന്നെ പ്രമേഹം മുതലായ രോഗങ്ങളൊക്കെ തന്നെ DIP ഡയറ്റിലൂടെ വളരെ നിസ്സാരമായിട്ട് മാറുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അവകാശവാദമല്ല, തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ DIP ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് വളരെ ഭീകരമായ ഒരു ഡയറ്റ് ഒന്നുമല്ല, വളരെ ലളിതമായ ഒരു ഡയറ്റാണ്. നമ്മൾ രാവിലെ പ്രാതലിന് കഴിക്കേണ്ടത് പഴങ്ങൾ മാത്രമാണ്. 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ പഴങ്ങൾ മാത്രം, ഏതെങ്കിലും 4 തരം പഴങ്ങൾ, 3ഓ 4ഓ തരം പഴങ്ങൾ മാത്രം കഴിക്കുക. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം അനുസരിച്ചാണ്. ഒരു വ്യക്തിയുടെ ശരീരഭാരം എത്രയാണോ അതിനെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും ഗ്രാം പഴങ്ങളാണ് നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. 50 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി രാവിലെ 500 ഗ്രാം പഴങ്ങൾ, 70 കിലോ ഭാരമുള്ള ഒരു വ്യക്തി രാവിലെ 700 ഗ്രാം പഴങ്ങൾ 12 മണിക്കുള്ളിൽ കഴിച്ചിരിക്കണം. ഉച്ചയ്ക്കും രാത്രിയിലും ഒരേ ഡയറ്റാണ്, ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഉച്ചയ്ക്കും രാത്രിയിലും നമ്മൾ 2 പ്ലേറ്റ് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതിൽ 1ാമത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് വെറും സലാഡാണ്. നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ സാധിക്കുന്ന പച്ചക്കറികൾ എന്തുണ്ടോ അത് അരിഞ്ഞ ഒരു സലാഡ്. 2ാമത്തെ പ്ലേറ്റിലുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെജിറ്റേറിയൻ ഫുഡ്, ചപ്പാത്തിയോ ചോറോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളുടെ കൂട്ടാൻ. പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കറികളിൽ അമിതമായിട്ട് മസാല, ഉപ്പ്, എണ്ണ മുതലായവ ഉപയോഗിക്കരുത്. എല്ലാം ആവശ്യത്തിന് മിതമായിട്ട് മാത്രം ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 പ്ലേറ്റുകളിൽ നമ്മൾ ആദ്യം കഴിക്കേണ്ടത് സലാഡാണ്. സലാഡ് കഴിച്ച് തീർന്ന ശേഷം മാത്രമേ നമ്മൾ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കാവൂ. വൈകുന്നേരം നമ്മൾ ആദ്യം ഈ 250 ഗ്രാം, 50 കിലോ ഭാരമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾ 250 ഗ്രാം, 70 കിലോ ഭാരമുള്ള ആളാണെന്നുണ്ടെങ്കിൽ 350 ഗ്രാം സലാഡ് കഴിക്കുക. സലാഡ് പൂർണ്ണമായിട്ടും കഴിച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കുന്ന ആഹാരം തന്നെ വൈകുന്നേരം കഴിക്കാൻ പാടില്ല. നമ്മൾ വൈകുന്നേരം വേറെ ആഹാരം ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കണം. അങ്ങനെ ആയിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചൂടാക്കുക, അങ്ങനെ കഴിക്കാൻ പാടില്ല. ആ സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇത്രയേ ഉള്ളൂ DIP ഡയറ്റ്. അപ്പോൾ ഈ ഡയറ്റ് പിന്തുടർന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് വെറും 3 ദിവസം കൊണ്ട് പ്രമേഹ രോഗം മാറുമെന്ന് അദ്ദേഹം പറയുന്നു.
ഇൻസുലിൻ പ്രശ്നമുള്ളവർക്ക് പോലും 3-4 ദിവസം കൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് മറികടന്നിട്ട് അവർക്ക് ഇൻസുലിൻ ഒഴിവാക്കാൻ സാധിക്കും. നിരവധി ആൾക്കാർക്ക് അവരുടെ ക്യാൻസർ രോഗം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് നിലവിലുള്ള രോഗങ്ങൾ മാറുമെന്ന് മാത്രമല്ല, അയാൾക്ക് തുടർന്ന് രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ശ്രീമാൻ സിദ്ധുവിന്റെ ഭാര്യയുടെ ക്യാൻസർ രോഗം, ചില പ്രത്യേക രോഗികൾ, അതായത് ആശുപത്രികളിലൊക്കെ പോയി ഒരുപാട് മരുന്ന് കഴിച്ച് സർജറി എടുത്തോ റേഡിയേഷൻ എടുത്തോ കീമോ എടുത്തോ ഒക്കെ ശരീരത്തിന് ഒരുപാട് ക്ഷതം സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു ഡയറ്റ് നിശ്ചയിക്കുമ്പോൾ ആ ഡയറ്റ് എപ്പോഴും ഒരു നാച്ചുറോപ്പതി ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ആ രോഗിയുടെ ശാരീരികാവസ്ഥ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് കൂടുതലോ കുറവോ നൽകണോ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നാച്ചുറോപ്പതി ഡോക്ടർക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി അറിയാം. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ദിവസവും നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 7ഓളം സെന്ററുകൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെന്ററിൽ ചെന്ന് നമുക്ക് ഒരു നാച്ചുറോപ്പതി ഡോക്ടറെ കണ്ട്, ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ മാത്രമല്ല മറ്റ് നിരവധി നാച്ചുറോപ്പതി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, നമുക്ക് അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് തരും. അതുകൂടാതെ ഡോക്ടർ വിഷ്ണു റോയ് ചൗധരി വടക്കേ ഇന്ത്യയിൽ ഹിംസ് എന്ന പേരിൽ, HIIMS എന്ന പേരിൽ ആശുപത്രികൾ നടത്തുന്നുണ്ട്. അത് അലോപ്പതി ആശുപത്രിയല്ല, നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ്. അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും അദ്ദേഹം ചികിത്സ കൊടുക്കുന്നുണ്ട്. കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അവിടെ അദ്ദേഹം പ്രകൃതി ചികിത്സ കൊടുക്കുന്നുണ്ട്. അതായത് ഡയാലിസിസ് ഇല്ലാതെ തന്നെയുള്ള നാച്ചുറൽ ചികിത്സ. അതുപോലെ തന്നെ കരൾ രോഗം വന്ന ആൾക്കാർ, ക്യാൻസർ രോഗം വന്ന ആൾക്കാർ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇവർക്കൊക്കെ ഹിംസ് ആശുപത്രിയിൽ ചികിത്സയുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഡോക്ടർ വിഷ്ണു റോയ് ചൗധരിയെ ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടൊരു ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ വിവരങ്ങളും കിട്ടും. അതുകൂടാതെ ഞാൻ ഈ വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ എഴുത്ത്, ആ ലെറ്ററിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുണ്ട്, ഇമെയിൽ ID ഉണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാലും അദ്ദേഹത്തെ കിട്ടും. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിനെയും ബന്ധപ്പെടേണ്ടവർക്ക് അദ്ദേഹത്തിന്റെ നമ്പർ അദ്ദേഹത്തിന്റെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് ഈ സിദ്ധുവിന്റെ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാര്യം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും വളരെ വലിയൊരു കോടീശ്വരനായതുകൊണ്ടും അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് ഈ ലോകത്ത് ക്യാൻസറിന് അലോപ്പതി കൊടുക്കുന്ന ഏത് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പറ്റുമായിരുന്നിട്ടും അതുകൊണ്ടൊന്നും ഗുണമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകിയത് ഡോക്ടർ വിഷ്ണു റോയ് ചൗധരി ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ നാച്ചുറോപ്പതിക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പറയുന്ന ഒരു ഡയറ്റാണ്. അവർക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡയറ്റുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അപ്പോൾ ഓരോരോ രോഗികളുടെ അവസ്ഥ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്രപ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഒരു നാച്ചുറോപ്പതി പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യണം. അതിപ്പോൾ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ആയാലും ഡോക്ടർ വിഷ്ണു റോയ് ചൗധരി ആയാലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള വേറെ ഏതെങ്കിലും നാച്ചുറോപ്പതി ഡോക്ടർ ആയാലും ശരി, നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രം ഒരു ഡയറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. രോഗമെന്ന് കേൾക്കുമ്പോൾ, ക്യാൻസർ എന്ന് കേട്ടാലും എന്ത് തന്നെ ആയാലും ശരി, നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അതിന് വളരെ ലളിതമായിട്ടുള്ള പ്രതിവിധി ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. താങ്ക് യു.